ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മേധാവി ഡോക്ടർ യദുനന്ദനുമായിട്ടുള്ള നമ്മുടെ ചർച്ച നമ്മൾ വീണ്ടും തുടരുകയാണ്. മഴക്കാല രോഗങ്ങളും മഴക്കാല സുഖചികിത്സയും കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ, അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കഴുത്ത് വേദന, ഈ കഴുത്ത് വേദനയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ മുറിവെണ്ണ, അപ്പോൾ ഈ മുറിവെണ്ണ പുരട്ടണേനെക്കാട്ടിലും നല്ലതാണോ എള്ളെണ്ണ പുരട്ടുന്നത്? അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി പേഴ്സണെ സംബന്ധിച്ചുള്ള ഇത്തരം എണ്ണകളൊന്നും വാങ്ങി തയ്ക്കേണ്ട കാര്യമില്ല. നല്ല എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി. ഈ ഇത്തരം എണ്ണകൾ, കാച്ചിയെടുക്കുന്ന എണ്ണകൾ എന്ന് പറയുന്നത് ഓരോ അസുഖത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ മുറിവെണ്ണ ആക്ച്വലി ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. അതായത് ഇപ്പോൾ ഒരു ചതവോ തട്ടോ ഒക്കെ പറ്റി കഴിഞ്ഞാലാണ് മുറിവെണ്ണയ്ക്ക് പ്രസക്തിയുള്ളൂ. അല്ലാണ്ട് വെറുതെ എല്ലാ വേദനകൾക്കും പുരട്ടാൻ പറ്റിയ ഒരു ഔഷധമല്ല മുറിവെണ്ണ. നേരിട്ട് പോയിട്ട് നമ്മൾ അരിഷ്ടം വാങ്ങി കഴിക്കണ പോലെ നമ്മൾ തന്നെ പോണു വേദന എടുക്കണമെന്ന് പറയുമ്പോൾ ചില സമയത്ത് അവിടെ ഉള്ള ആള് പറയുക കർപ്പൂരാതി തൈലും മുറിവെണ്ണയും കൂടി മിക്സ് ചെയ്ത് തേച്ചോളൂ എന്നൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഓരോ അസുഖത്തിനും ഓരോ എണ്ണ എന്നുള്ളത് ഉണ്ട്. ഈ തൈലങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള ഞങ്ങൾ വാതരക്തം എന്ന് പറയാം, അതിന് പുരട്ടാൻ പറ്റുന്ന ഒരു എണ്ണയാണ് പിണ്ടതൈലം. അങ്ങനെ അത് പ്രത്യേക ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയെടുത്തിട്ടാണ് ഇങ്ങനെ നമ്മൾ ഓരോ പർട്ടിക്കുലർ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് നിങ്ങൾ ശരീരത്തിൽ ഇത്തരത്തിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് കൊണ്ട് അത് നിങ്ങളുടെ സർക്കുലേഷനിൽ 10 മിനിറ്റ് തന്നെ നിങ്ങൾ സർക്കുലേഷനിൽ എത്തിച്ചേരും, ശരീരം മുഴുവൻ വ്യാപിക്കും, അതിൻ്റെ ഒരു എഫക്റ്റ് സംഭവിക്കും എന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ സ്വയം തേച്ച് കുളിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ താല്പര്യമൊക്കെ ഇല്ലെങ്കിൽ ആണ് ആശുപത്രികളിൽ നമ്മൾ ഈ ഉഴിച്ചിൽ എന്ന രീതിയിൽ അത് ഈ എണ്ണകൾ തേച്ച് പിടിപ്പിക്കുക, മറ്റൊരാൾ നമ്മുടെ സഹായിക്കുന്നു മാത്രം. അതാണ് ഈ ഉഴിച്ചിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തന്നെ കുറച്ചുകൂടി അഗ്രസീവ് ഫോമാണ് ഈ തൈലം ശരീരത്തിൽ മുഴുവൻ ധാര ചെയ്യുക. എണ്ണ ചൂടാക്കി ശരീരത്തിൽ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക, അതാണ് പിഴിച്ചിൽ എന്ന് പറയുന്ന ചികിത്സ. അപ്പോൾ അതൊക്കെ അതിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നമ്മൾ വീട്ടിൽ എണ്ണ തേച്ച് കുളിക്കുന്നത്. അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും കയ്യും കാലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് മരുന്ന് വാങ്ങാതെ പ്രോപ്പറായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു വ്യത്യാസം വരും. അതിൽ വലിയൊരു മാറ്റം തന്നെ കാണാൻ പറ്റും. കറക്റ്റ് ഓയിലാണെങ്കിലും ഔഷധമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. പിന്നെ എന്തൊക്കെയാണ് ഈ സുഖചികിത്സയുടെ ഭാഗമായിട്ട് വരിക? സുഖചികിത്സയുടെ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ആഹാരത്തിൽ നമ്മൾ ചെയ്യുന്ന ചില മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആഹാരം പോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ശരീരം വീക്കാവുന്ന ഒരു കാലഘട്ടമാണ് മഴക്കാലം എന്നുള്ളത് കൊണ്ട് നമ്മുടെ അധികം സ്ട്രെയിൻ എടുക്കുന്ന കാര്യങ്ങളൊന്നും അധികം ചെയ്യരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യായാമം മൈൽഡായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം. പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഉറക്കമൊഴിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം കൂടിയോടുകൂടി ആളുകൾ പലപ്പോഴും 2 മണിയൊക്കെ ഉറങ്ങുന്നില്ല. അതെ, അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. അപ്പോൾ ശരിക്കും പ്രോപ്പർ സ്ലീപ്പ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഫുഡ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സമയത്ത് പഥ്യം ആയുർവേദത്തിൽ പഥ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നത് ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് മഴ കഴിഞ്ഞാൽ. അപ്പോൾ പല അസുഖങ്ങൾക്കും കാരണമായിരിക്കുന്നത് ശരീരം അനാവശ്യമായിട്ട് പല വിഷയങ്ങളോടും പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കോവിഡിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണമായിരുന്നു. കോവിഡ് ആസിറ്റീസ് അപകടകാരിയല്ല, പക്ഷെ കോവിഡിനോടുള്ള പ്രതികരണം, അതെ അതെ. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള സാധ്യത, പിന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതൊക്കെ ഈ സീസണിൽ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ, ഇൻഫ്ലമേഷൻ കൂട്ടുന്ന രീതിയിലുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഈ മഴക്കാലത്ത് ശരിക്കും അവർ അവോയ്ഡ് കംപ്ലീറ്റ്ലി ഇത് കഴിക്കരുത് എന്ന് പറയാൻ ഏതെങ്കിലും 1-2 ഭക്ഷണ ഡോക്ടർക്കൊന്ന് പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് നമ്മുടെ തൈര് ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഞങ്ങൾ പിത്തവർദ്ധനം എന്നാണ് പറയാം, ഇത് ഇൻഫ്ലമേഷനെ കൂട്ടുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ജനറലി പറയുകയാണെങ്കിൽ ഒരു അമിതമായ മസാല അത് ഈ സീസണിൽ നമുക്ക് ഒട്ടും യോജിച്ചതല്ല. വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ പാടും. ഈ പുളി, ഉപ്പ്, പുളി, എരിവ്, ഇതാണ് മസാല എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ കുറയ്ക്കുക. ഉപ്പ് പ്രത്യേകിച്ച് കുറയ്ക്കണം, എരിവ് കുറയ്ക്കണം, നേരത്തെ പറഞ്ഞ പോലെ
പുളി രസമുള്ള വിഷയങ്ങളും ഈ സീസണിൽ അത്ര ഐഡിയൽ അല്ല. കാരണം എന്താ വെച്ചാൽ അത് ഈ ഇൻഫ്ലമേഷൻ കൂട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം മോര് അതേപക്ഷം തൈരിന് വരെ നമുക്ക് മോര് ഉപയോഗിക്കാം, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച മോര് ഉപയോഗിക്കാം, കടഞ്ഞ വെണ്ണ മാറ്റി അങ്ങനത്തെ ഭക്ഷണങ്ങൾ അത് കഴിക്കാം, അത് വളരെ ഐഡിയലാണ്. അതുപോലെ തന്നെ രസം നല്ലൊരു ഭക്ഷണമാണ്. നമ്മുടെ ഭക്ഷണത്തിന് കൂടെ ചേർത്ത് കഴിക്കുന്ന രസം, കുരുമുളകും ജീരകമൊക്കെ ഇട്ട് മല്ലി, കറിവേപ്പില ഇത്തരം സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന രസം വളരെ ഐഡിയലായിട്ടുള്ളൊരു ഭക്ഷണമാണ്. മുതിര പോലെയുള്ള ധാന്യങ്ങൾ നല്ലതാണ്. നമ്മുടെ ഈ ഇത് പറയുമല്ലോ, എന്താ പറയുക, പൾസസ് എന്ന് പറയും അല്ലേ, പൾസസ് വിഭാഗത്തിൽപ്പെട്ട ചെറുപയർ, മുതിര, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റും. ചൂട് വർദ്ധിപ്പിക്കും മുതിര. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് തോന്നുന്നു ഏറ്റവും ഐഡിയലായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും സൂപ്പ് തന്നെ കഴിച്ചോളന്നില്ല, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മസാല സാധനങ്ങൾ, അതെ, അധികം ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ, ഹെവി ഓയിൽ ഫ്രൈഡ് ഐറ്റംസ്, കൂടുതലായിട്ടുള്ള നെയ്യ്, ഫാറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ സമയത്ത് അത്ര ഐഡിയൽ അല്ല. നെയ്യ് സേവ പറയില്ലേ കർക്കിടകത്തിൽ, ആയുർവേദ? അതെ, അത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ നെയ്യ് കഴിക്കേണ്ടത്. അത് ഒന്നുകിൽ നമ്മൾ ഈ കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുക, 1 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യാണ് നമുക്ക് ഏറ്റവും ഐഡിയലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കടന്നെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതെ, അതാണ് ഏറ്റവും നല്ലത്. വെണ്ണ ഒരുക്കി ഉണ്ടാക്കുന്ന ശുദ്ധമായ പശുവിൻ നെയ്യ്, അല്ലെങ്കിൽ അത് ചോറിനോട് ചേർത്തിട്ട് ഫസ്റ്റ് ഉരുളയിൽ ഉരുട്ടി നമുക്ക് കഴിക്കാം. ശരി, അതും അതെ, നമ്മുടെ പ്രത്യേകിച്ച് ഉദര രോഗങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് പശുവിൻ്റെ നെയ്യ്. നമ്മൾ നെയ്യ് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നെയ്യ് കഴിക്കാൻ പറഞ്ഞാൽ ഒരാളും ചെയ്യാറില്ല. അത് കൊളസ്ട്രോൾ കൂട്ടും, അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാക്കും എന്നൊക്കെയാണ് പലരുടെയും പേടി. എല്ലാവർക്കും ഗൂഗിൾ ഡോക്ടർ ഉണ്ട്. അതെ അതെ അതെ. പക്ഷെ അതേസമയം ഇതേ ആളുകൾ തന്നെ മൃഗക്കൊഴുപ്പൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ആക്ച്വലി പശുവിൻ നെയ്യ് പോലുള്ള പിന്നെ നെയ്യൊക്കെ അത് HDL കൊളസ്ട്രോളിനെ കൂട്ടുള്ളൂ, അത് LDL കൊളസ്ട്രോളൊന്നും കൂട്ടില്ല. നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. മാത്രമല്ല അത് രക്തക്കുഴലുകളെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. നമ്മുടെ ഉദരത്തിന് ഉദര രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഡീജനറേറ്റീവ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഏറ്റവും നല്ല മരുന്നാണ് പശുവിൻ നെയ്യ് എന്നാണ് പറയുന്നത്. സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ശരിക്കും കഴിക്കണം. അത് അമിതമായിട്ട് കഴിക്കാനല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ ഒരു കുറഞ്ഞ അളവിൽ. ഇപ്പോൾ ഏറ്റവും ടിപ്പിക്കൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് ഉരുള നെയ്യ് ചേർത്ത് ഉരുട്ടി കഴിക്കുന്നത്. അതെ അതെ, അത് വളരെ ഐഡിയലാണ്. പ്രത്യേകിച്ച് ഈ പെപ്റ്റിക് അൾസറുള്ള ആളുകൾ, പിന്നെ മറ്റുള്ള കുടൽ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഒരുപാട് പേര് ഫേസ് ചെയ്യണ ഒരു ഇഷ്യൂ ആണ് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം, ദഹനത്തിന്റെ പ്രശ്നം, അൾസർ എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ആയുർവേദത്തിൽ ഉണ്ടാവുമോ? അതെ, ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയും ജീവിത രീതിയും തന്നെയാണ്. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അമിതമായ മസാല ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. മറ്റൊന്ന് അമിതമായിട്ട് ഈ ഫ്രൈഡ് ഐറ്റംസ്, ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഭക്ഷണ രീതി തന്നെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ശരിക്കും ഒരു ടൈമുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണം പരിപൂർണമായിട്ട് ദഹിച്ച ശേഷം മാത്രമേ നമ്മൾ അടുത്ത് കഴിക്കേണ്ടുള്ളൂ. അതിനുള്ള സിഗ്നലാണ് എന്ത്? വിശപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? 10 മണിയായാൽ കഴിച്ചു, അത് കഴിഞ്ഞ് 11 മണിയായാൽ. അതെ, ഇതൊക്കെ ഒരു റൂട്ടീൻ പോലെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും ബോധമില്ല. അല്ല, നമ്മുടെ ബോഡീന്റെ ആ ക്ലോക്കിനെയും കാട്ടിലും വാളിലുള്ള ക്ലോക്ക് 1 മണി എന്ന് പറഞ്ഞാൽ കഴിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുക. ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ശരിക്കും ആക്ച്വലി പിന്നെ പഴയ കാലത്ത് അല്ലെങ്കിൽ ആയുർവേദത്തിൽ 2 നേരെ ഭക്ഷണം പറയുന്നുള്ളൂ. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു ചിട്ട വരാൻ കാരണം ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, പിന്നെ ഈവനിങ് ടീ, സപ്പർ എന്നൊക്കെ വന്നത്. പഴയ കാലഘട്ടങ്ങളിൽ 2 നേരം ഭക്ഷണം കഴിക്കാവൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ അധ്വാനത്തിനനുസരിച്ചിട്ട് അത് മതിയാവുമായിരിക്കും. ഇന്ന് പഴയ കാലത്തെ പോലെയുള്ള അധ്വാനവും ഇല്ലല്ലോ, നമ്മൾ ഇരുന്നുള്ള ജോലിയാണ്. അതേസമയം നമ്മൾ ഭക്ഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് വളരെയധികം കൂട്ടുന്നുണ്ട്. പെപ്റ്റിക് അൾസർ പോലുള്ള കണ്ടീഷൻസ്, ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്ന് പറയും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ പോലുള്ള ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ്, അങ്ങനെ കുറേയധികം കണ്ടീഷൻസ് വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം നമ്മൾ ഔഷധം ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ റെഗുലേറ്റ് യുവർ ഫുഡ്, റെഗുലേറ്റ് യുവർ ലൈഫ് ഹാബിറ്റ്സ്, നമ്മുടെ ജീവിത രീതികൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉറക്കത്തിന് വലിയൊരു റോളുണ്ട്. ഡൈജഷൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം. പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ നല്ല ഫുഡ് ഡൈജസ്റ്റ് ചെയ്യില്ല. മാത്രമല്ല നമ്മൾ ഏറ്റവും അധികം ഹെവി ഫുഡ് ഇപ്പോൾ കഴിക്കുന്നത് രാത്രിയാണ്. അത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ ശരിക്കും കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് കഴിക്കാം. രാവിലത്തെ ഫുഡ് നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാം, ഉച്ചയ്ക്കും അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കാം.
പക്ഷെ രാത്രി കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ലഘുവായിരിക്കണം, ലൈറ്റായിരിക്കണം എന്ന് ഓക്കെ. പ്രത്യേകം പറയുന്നുണ്ട്. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫയർ വിൽ ബി ലോ ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫുഡും വളരെ ലൈറ്റായിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചാണല്ലോ അതെ, ഇപ്പോൾ എല്ലാവരും രാത്രി ഹാങ് ഔട്ട്സ്, ഒരു 12 മണിക്കൊക്കെയാണ് പലരും ഫുഡ് കഴിക്കുന്നത്. മാക്സിമം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ അത് പ്രോപ്പർലി ഡൈജസ്റ്റ് ആവില്ല, അതുകൊണ്ട് ഇത് ഡൈജസ്റ്റ് ആവില്ല. ഈ അൺഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നാണ് ടോക്സിൻസ് ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം ടോക്സിൻസ് പലതരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് വളരെ ഹെവി ആയിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ നിങ്ങൾ രാത്രി കഴിച്ച് ഉറങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അതൊരു ഹാബിറ്റായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം ഇത്തരം രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണരീതി ക്രമീകരിക്കുക, ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഉറക്കമൊക്കെ വളരെ കൃത്യമാക്കി മാറ്റുക. ശരിക്കും എല്ലാം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു നല്ലൊരു ആരോഗ്യം ഉണ്ടാവാനുള്ള ഒരു ജീവിതചര്യയെ തുടങ്ങാൻ പറ്റിയ സമയമാണ് ഈ മഴക്കാലം. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മുടെ ഒരു ജീവിതം ക്രമീകരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയൽ സമയം തന്നെയാണ്. ഡീടോക്സിഫിക്കേഷൻ ചെയ്യാം, നമ്മുടെ ശരീരത്തിലെ അടിഞ്ഞുകൂടിയ ടോക്സിൻസിനെയൊക്കെ പുറത്ത് കളയാം. അപ്പം അത് തന്നെയാണ് നമ്മൾ മുമ്പ് കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. വയറിളക്കുക എന്നൊരു സംഭവം ഇപ്പം ആരും അതിനൊന്നും മെനക്കെടാറില്ല. അതൊരു ഇല്ല. അപ്പോൾ അത് ആക്ച്വലി നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ആണ്. നമ്മുടെ ഉദരത്തിനെ ശുദ്ധീകരിക്കാൻ നല്ലൊരു കാര്യമാണ്. അപ്പം അതിനുള്ള ഔഷധങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. വയറിളക്കൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഫ്രീക്വൻ്റ് ആയിട്ട് എന്നും വയറിളക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അതൊരു ഫിസിഷ്യൻ്റെ ഡയറക്ഷനിൽ ആ ഒരു പർട്ടിക്കുലർ സീസണൊക്കെ നോക്കിയിട്ട് ചെയ്യാവും. ഉദാഹരണത്തിന് വേനൽക്കാലത്ത് നമ്മൾ ആരോടും വയറിളക്കം പറയാറില്ല, ഡേഞ്ചറസ് ആണ്, ഫ്ലൂയിഡ് ലോസ്, ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് അതിന് പറ്റിയ ഔഷധങ്ങൾ ഉപയോഗിച്ച് ആ ദിവസം നമ്മൾ പർട്ടിക്കുലർ ഭക്ഷണമൊക്കെ ഈ പറയുന്ന കഞ്ഞിയൊക്കെയാണ് കുടിപ്പിക്കുക, ധാരാളം കഞ്ഞിയൊക്കെ കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീടോക്സിഫിക്കേഷൻ വളരെ നല്ലൊരു ടൈമാണ് ഈ ഒരു കർക്കിടക മാസം. കർക്കിടക ചികിത്സ തുടങ്ങാനായിട്ട് ഒരുപാട് പേര് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. ശരിക്കും ഈ ഒരു ചികിത്സ തുടങ്ങുന്നതിന് മുന്നേ ഈ വയറ് ശുദ്ധിയാക്കൽ ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒന്നും കൂടി റിസൾട്ട് കിട്ടും. ആക്ച്വലി അതിൻ്റെ ഭാഗമാണ്, കർക്കിടക ചികിത്സയുടെ ഭാഗമാണ് ഈ ഒരു ശുദ്ധീകരണം. അപ്പോൾ അതിൽ വരും. ഇപ്പോൾ നിങ്ങളൊരു ഫിസിഷ്യൻ്റെ കീഴിലാണ് അങ്ങനെ വരുന്നതെങ്കിൽ അതൊരു ഭാഗമായിരിക്കും. ഈ കർക്കിടക ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ശുദ്ധീകരണം അല്ലേ. ഇപ്പം ഫിസിഷ്യൻ്റെ കീഴിൽ വരാതെ തന്നെ എല്ലാവർക്കും ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് വീട്ടിലിപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു റുട്ടീൻ എന്നുള്ള പോലെ ഒരു പറയുകയാണെങ്കിൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. കർക്കിടക കഞ്ഞി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ എണ്ണ തേപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഉറക്കം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ശുദ്ധീകരണം എന്ന രീതിയിൽ നമുക്ക് ചില ഔഷധങ്ങൾ ലഭ്യമാണ്. അധികം അപകടമല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് അവിപത്തി ചൂർണം എന്ന് പറഞ്ഞിട്ടൊരു ഔഷധമുണ്ട്. അവിപത്തി എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം അതുകൊണ്ട് വിപത്തൊന്നും സംഭവിക്കില്ല എന്നാണ്. അതൊരു 10 ഗ്രാം രാവിലെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു റിലാക്സേഷൻ സംഭവിക്കും. അത് നമ്മുടെ ഉദരത്തിനൊക്കെ ഒരു ലൈറ്റ്നസ് കിട്ടും, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, ദഹനശക്തിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്തുകൊണ്ട് അത് ആദ്യം തുടങ്ങിയ ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണപ്രദമായിരിക്കും. ഇപ്പോൾ മഴക്കാല രോഗങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ ശരിക്കും നമുക്ക് ഈ മഴക്കാല രോഗങ്ങളിൽ പെടുത്താം? അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ഇല്ലേ? മഴക്കാല രോഗം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ കൂടുതൽ ഈ ഒരു വൈറൽ ഫീവറാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ അത് പലതരത്തിലുള്ള ഡേഞ്ചറസ് ഫോം ഉണ്ട്. ഉദാഹരണത്തിന് ഡെങ്കി ഫീവർ, അങ്ങനെ പല ഡേഞ്ചറസ് കണ്ടീഷൻസും അതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ അപ്പം മഴക്കാല രോഗം നമ്മൾ ഏതാണ് കണ്ടീഷൻ എന്ന് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഉണ്ടാവുന്ന സാധാരണ വൈറൽ ഫീവർ ആണെങ്കിൽ ആക്ച്വലി നമുക്ക് ആവശ്യം പ്രോപ്പർ റെസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ വൈറൽ ഫീവറിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലെങ്കിൽ തന്നെ മാറിക്കോളും. ഒരു 2 ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പലർക്കും അത് കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് മാറിപ്പോകുന്നത്. ആ പനിയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നമ്മൾ പ്രോപ്പർ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് വളരെ പ്രധാനമാണ്. നല്ലോണം വെള്ളം കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാവാം, ജീരകമായിട്ട് തിളപ്പിച്ച വെള്ളമാവാം, ചുക്കിട്ട് തിളപ്പിച്ച വെള്ളമാവാം. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വൈറൽ ഫീവറിന്
ട്രഡീഷണലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തുളസിയും കുരുമുളകും ഇട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കുക പണ്ട് കാലത്ത്. ചുക്ക്, തുളസി, കുരുമുളക്, ചുക്ക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് ശർക്കരയും ചേർത്ത് കാപ്പി പോലെയാക്കി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. തുളസിയുടെ പ്രത്യേകത നല്ലൊരു ആൻറ്റി വൈറൽ മെഡിസിനാണ് തുളസി. മാത്രമല്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും കൂടി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു വൈറൽ ഫീവർ ആണെങ്കിൽ ഇപ്പം എല്ലാത്തിനും പാരസെറ്റമോളും ആൻറ്റിബയോട്ടിക്സും ഒക്കെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല റെസ്റ്റ് എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് ഈ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് ഈ തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാൽ മതി. അത് ഈവൻ ആയുർവേദ മരുന്ന് പോലും നിങ്ങൾ കഴിക്കണമെന്നില്ല. ഇത്തരത്തിലുള്ള വീട്ടിൽ ഉണ്ടാക്കാവുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാം. പക്ഷെ നമുക്ക് സമയം വേണം. അതാണ് വലിയൊരു വിഷയം. സമയമാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. സമയം ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഒക്കെ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ആക്ച്വലി നമ്മൾ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഇപ്പൊ എന്താ വെച്ചാൽ നമുക്കൊക്കെ ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് വേണം എന്നുള്ളതാണല്ലോ. ഇപ്പൊ ഈ ഒരുപാട് അസുഖങ്ങളുടെ കാര്യം പറഞ്ഞു നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് ഉള്ള ഒരു പ്രശ്നമാണ് ഈ മുടി പോവുക. മുടി കൊഴിച്ചിലിനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളത്. ശരിക്കും ആയുർവേദത്തിലും നല്ല എണ്ണകളും ഒക്കെ നല്ല മുടി വളർച്ചയ്ക്കൊക്കെ നല്ല അവൈലബിൾ അല്ലേ ഇത്? മുടി കൊഴിച്ചിൽ അതും വയറുമായിട്ട് ബന്ധമുണ്ടാവുമോ? ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം മുടി കൊഴിച്ചിൽ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് തൈറോയിഡ് ഡിസീസ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊന്നും ഇല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. അതിന് ആവശ്യമായ ലാബ് ഇൻവെസ്റ്റിഗേഷൻസോ ബ്ലഡ് ടെസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പിന്നെ സ്ത്രീകളുടെ ഇടയിലാണ് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ കാണുന്നത്. നമ്മൾ ഏറ്റവും കാണുന്ന ഒരു കാരണം അനീമിയാണ്, രക്തക്കുറവ്. പ്രത്യേകിച്ച് ഒരു പക്ഷേ മെൻസ്ട്രൽ ആയിട്ടുള്ള ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനുള്ള പോഷക ആഹാരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ പലരും ഒരു മുളകിട്ട മീൻ കറിയും കുറുവാരിയുടെ വെള്ള ചോറുമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്നൊരു പ്രത്യേകിച്ച് ഒരു ന്യൂട്രീഷൻസ് ഒന്നും കിട്ടാനില്ല. ഒരു രക്തപോഷണമായിട്ടുള്ള ഒരു വിഷയവും ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം ഈ രീതിയിലുള്ള ഭക്ഷണക്രമം നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഇലക്കറികൾ ഈ തരത്തിലുള്ള പിന്നെ മുടികൊഴിച്ചിൽ പോലുള്ള രക്തക്കുറവ് പോലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇഫക്റ്റീവാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി, പ്രത്യേകിച്ച് ഇപ്പോൾ കായ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ ഗുണപ്രദമായിട്ട് നമുക്ക് രക്തപുഷ്ടി ഉണ്ടാക്കാൻ സാധിക്കും. എന്നും കഴിക്കണ്ട, ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി. അതിനിപ്പോ നോൺ സ്റ്റിക്ക് അല്ലേ, കിട്ടാനില്ല. അതെ, അല്ല പക്ഷെ അതൊരു നല്ലൊരു ഹാബിറ്റ് ആണ്. അതെ, അത് പല ആളുകളും അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട്. പിന്നെ ഈ മുടി കൊഴിച്ചിലിനും നരയ്ക്കുന്നതിനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് കഞ്ഞുണ്ണി എന്ന് പറഞ്ഞൊരു മരുന്ന്. കേട്ടിട്ടുണ്ടാവും, കയ്യൂന്യം എന്നും പറയും. കയ്യോന്നി, കഞ്ഞുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്. അത് വളരെ സാധാരണ പാടത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മരുന്നാണ്. അത് നല്ല അയൺ കണ്ടന്റ് ഉള്ള ഒരു ഔഷധമാണ്. അത് നമുക്ക് വെറുതെ ഇതിൻ്റെ ആ തളിരില്ല അതിൻ്റെ അറ്റം പൊട്ടിച്ചെടുത്ത് ഒരു 4-5 പീസ് അരച്ച് കാച്ചിയ പാല് കലക്കി രാവിലെ ഓർമ്മയായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. ശരി, ഇത്തരത്തിലുള്ള കണ്ടീഷൻ വളരെ നല്ലതാണ്. അതിനിട്ട് വെളിച്ചെണ്ണ കാച്ചിയെടുത്ത് തലയിൽ തേപ്പിക്കുന്നതും അതിന് ഗുണം ചെയ്യും. ബ്ലഡ് ഹീമോഗ്ലോബിൻ കൂടുമോ? അല്ല, മുടി കൊഴിച്ചിലിന്റെ കാര്യമാണ്. ഹീമോഗ്ലോബിൻ കൂടെ ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. കൂടും അല്ലേ. മാത്രമല്ല അതേപോലെ മറ്റൊരു മരുന്ന് നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആണ്, കറുത്ത എള്ള്. 2 തരത്തിൽ ചുവപ്പും കറുപ്പും കിട്ടും. കറുത്ത എള്ള് വളരെ, എസ്പെഷ്യലി സ്ത്രീകളുടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വളരെ നല്ല ഔഷധമായിട്ടാണ് പറയുന്നത്. അതെങ്ങനെ കഴിക്കേണ്ടത്? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് എള്ളുണ്ടൊക്കെ പോലെയായിട്ട് കഴിക്കാം, വറുത്ത് പൊടിച്ച് വെച്ചിട്ട്. അതെ, ഇനി ശർക്കര ഇല്ലെങ്കിൽ തന്നെ വെറുതെ വറുത്ത് പൊടിച്ച് വെക്കുക. 1 സ്പൂൺ രാത്രിയോ മറ്റോ പാല് കലക്കി കുടിക്കുക. അല്ലെങ്കിൽ അത് അരച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞ കഞ്ഞുണ്ണിയുമായി ചേർത്ത് അരയ്ക്കുക. അത് 1 ഗ്ലാസ് പാലിൽ കലക്കി രാവിലെ വെറുമായിട്ട് കഴിക്കാം. അതും ഇത്തരത്തിലുള്ള മുടി കൊഴിച്ചിൽ നല്ലതാണ്, രക്തപുഷ്ടിക്ക് വളരെ നല്ലതാണ്, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ നല്ലൊരു മരുന്നാണ്. ശരി ശരി ശരി. അപ്പം ഇത്തരം മരുന്നുകളൊക്കെ ഈ ഒരു സീസണിൽ നമ്മൾ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഗുണം കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം. ഈ ലേഹ്യങ്ങളല്ലേ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്, ലേഹ്യങ്ങൾ. അത് ഈ മഴക്കാലത്ത് ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ? കുട്ടികൾക്കൊക്കെ കൊടുക്കണ നാരസിംഹാദി
നാരസിംഹ രസായനമുണ്ട്. അത് ആക്ച്വലി നമ്മൾ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് ആയുർവേദത്തിൽ പറയുന്ന രസായന ചികിത്സ. അത് ശരീരത്തിൻ്റെ പുഷ്ടിക്ക് നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വാർദ്ധക്യം വരാതിരിക്കാൻ നല്ലതാണെന്ന് പറയുന്നത്. ശരി, രസായന ചികിത്സ. അതെ. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തിട്ട് ഈ രസായനം ആണ് ചെയ്യുക. അത് രസായനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. രോഗത്തിന് ആയിട്ടും നമുക്ക് രസായനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഈ സമയത്ത്. അപ്പോൾ ഈ ഡീടോക്സിഫിക്കേഷൻ പോലുള്ള ശരീരശുദ്ധി വരുത്തുന്ന കാര്യങ്ങൾ ചെയ്ത ശേഷം രസായനമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. രസായനം എന്ന് പറഞ്ഞാൽ ലേഹ്യമാണെന്ന് ബ്ലൈൻഡായിട്ട് വിചാരിക്കരുത്. അല്ലാതെയുള്ള രസായനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എള്ള് പൊടിച്ചിട്ട് രാവിലെ കഴിക്കുക, അതൊരു രസായന ഔഷധമാണ്. അതെ. എള്ളിൻ്റെ ഒരു പ്രത്യേകത, കറുത്ത എള്ളിൻ്റെ പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾക്ക് അതീതമായിട്ട് അത് പല്ലിനെ, അസ്ഥിയെയും പല്ലിനെയും വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല്ലൊക്കെ കേടുവരുന്ന ആൾക്കാരാണെങ്കിൽ ഈ എള്ള് കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ശരി, വെറും വയറ്റിൽ തന്നെ കഴിക്കണം എന്നുണ്ടോ? നിർബന്ധമില്ല, ഇനി രാത്രി കിടക്കാൻ നേരത്തെ കഴിച്ചാലും മതി. ഇപ്പോൾ രസായന ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണ് നേരത്തെ പറഞ്ഞ പോലെ നാരസിംഹ രസായനം, ചവനപ്രാശ് ഉണ്ട്. ചവനപ്രാശത്തിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. അപ്പം നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടും. അതുപോലെ തന്നെ ബ്രാഹ്മരസായനം എന്ന് പറഞ്ഞ മരുന്നുണ്ട്. കൂഷ്മാണ്ഡ രസായനം ഉണ്ട്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വീക്കായിട്ടുള്ള കുട്ടികൾക്ക് ശരീരപുഷ്ടിക്ക് അതൊക്കെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ മരുന്ന് കൊടുക്കുകയല്ലേ ചെയ്യുക. ശരീരം ഒന്ന് ശുദ്ധീകരിക്കുന്ന ചില ഔഷധങ്ങളോ ചികിത്സകളോ ഒക്കെ ചെയ്ത ശേഷം ഇത് ചെയ്യുമ്പോഴാണ് അതിന്റെ ഗുണം കിട്ടുക. അപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ രസായന ചികിത്സ പറഞ്ഞത്, അതിപ്പോൾ ഈ കർക്കിടകം കഴിഞ്ഞിട്ടും തുടർന്ന് കഴിക്കാമെന്ന്, അതോ കർക്കിടകത്തോടു കൂടി നമ്മൾ നിർത്തില്ല? ഇല്ല, കർക്കിടകം കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. പക്ഷേ ഏറ്റവും ഐഡിയൽ ടൈം, കർക്കിടകത്തിൻ്റെ പ്രത്യേകത സമശീതോഷ്ണമായ കാലാവസ്ഥ എന്നുള്ളതാണ്. അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല, അധികം മഴയുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് കർക്കിടകത്തിന് ഒരു പ്രസക്തി വരാൻ കാരണം. ഇതാണ് ഏറ്റവും ഐഡിയൽ സീസൺ. അല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാം. ഉദാഹരണത്തിന് മകരമാസത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ തണുപ്പ് സീസൺ കഴിഞ്ഞിട്ടുള്ള ആ സമയത്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ല, ഇതിപ്പോൾ ഈ ചികിത്സ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നിർത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമോ, അതോ അതിങ്ങനെ ടേപ്പർ ചെയ്ത് കൊണ്ടുവരികയാണോ വേണ്ടത്? ആക്ച്വലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്ത് നോർമൽ ലൈഫിലേക്ക് പോവുകയല്ല ചെയ്യാം. ഒരു 15 days നമ്മളിങ്ങനെ ടേപ്പർ ചെയ്ത് പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സെഷൻ ആക്ച്വലി ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. മഴക്കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകൾ എടുക്കണമെന്നും, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലപ്പോൾ ചികിത്സിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലം ഇതുപോലെ വീട്ടിലിരുന്നിട്ടും ഡോക്ടർ പറഞ്ഞ രീതികളെല്ലാം ഫോളോ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കട്ടെ. പുതുതായിട്ട് ഈ പറഞ്ഞ പോലെ നല്ല റിജുവനേറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും ഫോളോ ചെയ്യാനും ആവട്ടെ. അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇത്രയും വിലപ്പെട്ട ഇൻഫർമേഷൻസ് തന്നതിന് ഡോക്ടർക്ക് വലിയൊരു നന്ദി.